എല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തനില്ലേ? നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. മച്ചന്മാരെ, അത്ര സന്തോഷത്തിലായി വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. അത്ര വൈബായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒന്നും നമുക്ക് നോക്കാനില്ല, നമ്മൾ കപ്പെടുത്തു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒറ്റ കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യൻ ടീം ഒരുമിച്ച് നിന്ന കപ്പെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. ഇത് തന്നെ സംഭവിച്ചില്ലേ. നിങ്ങളൊരു കാര്യം ഓർക്കണം, അതായത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു കളി തോറ്റില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ സഞ്ജു വരേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയേനെ ഇന്ത്യൻ ടീമിന്. പക്ഷെ ആ ഒരു തോൽവി ഇന്ത്യൻ ടീമിനെ മൊത്തത്തിൽ ഒന്ന് ചിന്തിപ്പിച്ചു. നമ്മുടെ സഞ്ജു സാംസനെ ടീമിലെടുത്തു, ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ആ സഞ്ജു സാംസൺ യൂട്ടിലൈസ് ചെയ്തു, പൊളിച്ച്. ഈ ചില സമയത്തൊക്കെ സഞ്ജു ബാറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, രോഹിത് ശർമ്മയുടെയും ഒരു കുറേ നാളായിട്ട് ഇന്ത്യക്ക് ഇല്ലാത്തൊരു ഓപ്പണർ ഒരു സീനാണ് എനിക്ക് കിട്ടിയത്. ഇത് T20 മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡേയിലും സഞ്ജുവിനെ കളിപ്പിക്കണമെന്നാണ് എൻ്റെ വലിയ റെക്കമെൻഡേഷനാണ്. അത് നമ്മൾ ക്രിക്കറ്റ് പ്രേമികൾ പലർക്കും തോന്നിക്കാണും. ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തെറ്റൊക്കെ വന്നാൽ ക്ഷമിക്കണം. എന്താ പറയുന്നത്, എത്രയോ കിട്ടില്ലൻ ടീം സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് ചുമ്മാ പുഷ്പം പോലെ സൗത്ത് ആഫ്രിക്ക എടുത്ത് കളഞ്ഞ്. അങ്ങനെയല്ല ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി ഉണ്ടല്ലോ, ഞെട്ടിക്കുന്ന പരിപാടിയായിരിക്കും. ബുംറ എന്തുമായിരുന്നു, 4 ഓവറിൽ 15 റൺ, 3 വിക്കറ്റ്. ഇത് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ ഒരു വേൾഡ് ക്ലാസ് ബൗളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ല, വേറെ ഇനി പറയാനില്ല അല്ലേ. ബുംറ പോലത്തെ ബൗളർ ഇനിയിപ്പം ഓർത്തോ, ഇപ്പം ബെഞ്ചിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റേ സൂര്യവംശി പോലെ ആൾക്കാരാ, അവരിങ്ങോട്ട് കയറി വരാൻ വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത് അഭിഷേക് ശർമ്മയും സഞ്ജു ഒക്കെ കിടക്കുന്നത്. അവന്മാരിങ്ങോട്ട് വരട്ടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ എന്നാണേലും 2020 ഏകദേശം അവസാനിക്കുവാണ്. സൂര്യകുമാർ റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആക്കിയാൽ പോലും നമ്മൾ ഞെട്ടാനില്ല. ഇനി ചെന്നൈയിലോട്ടാണ് പോകുന്നത്, ധോണിയുടെ കളത്തിലോട്ടാണ് ചെല്ലുന്നത്. പയ്യനെ അവിടെ നിന്നുണ്ടല്ലോ സെറ്റാക്കി വിടത്തുള്ളൂ. അവർ പ്ലാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ധോണി വിരമിച്ച് കഴിഞ്ഞാൽ ഒരു 3-4-5 വർഷം ആരാണ് നമ്മുടെ ടീമിലോട്ട് വേണ്ട? സഞ്ജു ചെന്നൈയിലോട്ട് വന്നത് വളരെ സന്തോഷമാണ്. കാരണം നമ്മളെല്ലാം സെറ്റാണ് ചെന്നൈയിൽ. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജു ഇന്ന് കളിച്ച കളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വതയാർന്ന കളിയായിരുന്നു. ഇഷാൻ കിഷനും അതുപോലെ ശർമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിക്കെട്ട് കളി നമുക്ക് സന്തോഷം നൽകാൻ ഇതിനപ്പുറം ഒന്നുമില്ല. അതായത് ഇന്ത്യൻ ടീം വേൾഡ് കപ്പെടുക്കുന്നു. സഞ്ജു സാംസൺ, അതായത് ഒരു മലയാളി അതിനകത്ത് മാൻ ഓഫ് ദ സീരീസ് ആവുന്നു. മലയാളികൾ ഒരു പയ്യൻ്റെ കളി കൊണ്ട് നമ്മൾ മെയിൻ മാച്ചുകൾ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ ജയിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇതിനപ്പുറം ഒന്നും പറയാൻ നമുക്കില്ല ക്രിക്കറ്റ് പ്രേമി എന്ന നിലയ്ക്ക്. അല്ലേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും മറ്റേ സ്റ്റമ്പറിൻ്റെ ബോൾ തൊട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. നമ്മളെ റബ്ബർ ബോൾ മേടിച്ചിട്ട് അതിനകത്ത് കിടുത്തിയിട്ട് അതിനകത്ത് സാധനം കളഞ്ഞ് നമ്മൾ കളിക്കാൻ തുടങ്ങി അന്ന് മുതൽ നമ്മൾ ക്രിക്കറ്റിനോട് സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. റബ്ബർ തോട്ടം വഴിയും അതുപോലെ മൈതാനം വഴിയും ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട്. ഇനിയും ഒരു ഡ്രിൽ പീരീഡ് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയൊരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്രിക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. കോട്ടയംകാരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ക്രിക്കറ്റിനെ സ്നേഹിച്ച് വരുന്ന ഒരാൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിക്കറ്റേ സ്പോർട്സ് എന്നുള്ള നിലയിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ട നമുക്ക് ഇതിനപ്പുറം?
അപ്പം അച്ഛനും അമ്മയൊക്കെ നമുക്ക് നിനക്ക് ഇതേ പണിയുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോഴേ നമുക്കൊന്നും പറയാനില്ലായിരുന്നു. പക്ഷെ ഇപ്പം പറയാനുണ്ട്. കണ്ടോടാ മലയാളി. ഇനി ഒരുപാട് പേര് ഇന്ത്യൻ ടീമിലോട്ട് വരാനായിട്ട് കൊതിക്കുന്നവരുണ്ടായിരിക്കും. അവർക്കൊക്കെ ഒരു പ്രചോദനമാണ് സഞ്ജു. ശ്രീശാന്ത് ഉണ്ടായിരുന്നു, ഒബിയസ്ലി ടിനു പാപ്പച്ചൻ, അതുപോലെ ശ്രീശാന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെയാണ്, നമ്മൾ ബൗളേഴ്സോ ഇതൊക്കെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ ഒരു അടിച്ച് സിക്സ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ പറയുന്ന ഒരു മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡ് സഞ്ജു തന്നെയാണ് നമുക്ക് തന്നത്. ഒരു മലയാളി ടീം വരുമ്പം നമ്മൾ സ്നേഹിക്കുന്നതിനെ കൂടുതൽ വേൾഡ് മൊത്തം ഇപ്പോൾ സഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോൾ പോകുന്നത് എനിക്ക് ഇമോഷണൽ ആകുന്നു കേട്ടോ സംസാരിക്കുമ്പോൾ. അത് ഇപ്പോൾ ഇനിയും പോകുന്നത് ചെന്നൈയിലോട്ടാണ്. പൊളി, അവർ ടേക്ക് കെയർ ചെയ്തോളും. കപ്പെടുത്തു. ഈ ടൂർണമെൻറ്റ് മൊത്തം പറയാനായിട്ട് എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ. അതായത് നമ്മുടെ ശിവൻ ദുബ എന്ന് പറഞ്ഞ ആ ബാറ്റ്സ്മാൻ, അവൻ ചെന്നൈ കളിക്കാനുള്ളതാണ്. പക്ഷേ അവൻ എടുത്തൊരു രീതിയുണ്ടല്ലോ, എല്ലാ കളിയിലും കിട്ടില്ല കളിയാണ്. ഒന്നും പറയാനില്ല. നമുക്ക് ഒത്തിരി ആലോചിക്കാനുണ്ട്. ഈ ടീം തന്നെ നിലനിർത്താൻ മതിയോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടി പോകും. പക്ഷേ നമ്മൾ അതേ ടീമിനെ, നമ്മൾ ഫെയിലിയറായ പല ആൾക്കാരും നമ്മുടെ ടീമിലുണ്ടെങ്കിൽ അതേ ടീമിനെ നിലനിർത്തി നമ്മൾ വീണ്ടും ഫൈനൽ കളിച്ചു. പക്ഷേ ഫൈനലിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ ഇഷാൻ കിഷൻ്റെ ക്യാച്ചുകൾ അല്ലേ, 3 ക്യാച്ച് ഇഷാൻ കിഷൻ എടുത്തത് എല്ലാം കിട്ടിലോസ്കി ക്യാച്ചുകളാണ്. അതൊക്കെ നമ്മളെ ഒത്തിരി സഹായിച്ചു. വലിയൊരു മാർജിനിൽ വേൾഡ് കപ്പ് ജയിക്കാനായിട്ട് ഇന്ത്യൻ ടീമിനെ സഹായിച്ചു എന്നുള്ളതിൽ ഒന്നും പറയാനില്ല. മൊത്തത്തിൽ ബാറ്റിംഗ് ആയാലും ബൗളിംഗ് ആയാലും എല്ലാവരും ഇന്ന് നല്ല പ്രകടനമായിരുന്നു. പിടിച്ച് കെട്ടി മൊത്തം ആ ബ്ലൂ അതായത് ബ്ലൂ സീ പോലെ ഒരു വലിയൊരു സമുദ്രം പോലെയായിരുന്നു സ്റ്റേഡിയം മൊത്തം. അവർ ഇൻ കേസ് നമ്മളെ പ്രസൻറ്റേഷൻ സൺമണി പോലും അവർ വിടാതെ അവർ ഇരുന്നു. ഇത്ര ആൾക്കാരൊക്കെ ഇരുന്ന് ഈ പരിപാടി കാണുമ്പോഴേ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഇതുണ്ടല്ലോ. സോ ഭയങ്കര സന്തോഷം. ഇനി ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, സഞ്ജു നെഞ്ചിൽ, അത്രേ ഉള്ളൂ.